Get ready with me for a temple date. പൊതുവേ രാവിലെ എണീക്കുക, കുളിക്കുക, അമ്പലത്തിൽ പോവുക, ഇതൊന്നും കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ റുട്ടീനിലുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ എന്താ അറിയില്ല, അങ്ങനെയൊക്കെ ചെയ്യാനൊരു മോഹം. ആൻഡ് ഇറ്റ് വാസ് January 1, ന്യൂ ഇയർ ആയിരുന്നു. അപ്പോൾ ഐ തോട്ട് ഒരു ശുഭ കാര്യത്തോടു കൂടി നമുക്ക് ഈ വർഷം തുടങ്ങാമെന്ന്, അതായത് കുളിക്കുക. അപ്പോൾ എൻ്റെ നാട് ചെറുതുരുത്തിയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് പുതുശ്ശേരിയുള്ള ഒരു കോഴിമാമ്പറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലത്തിലാണ് ഞാൻ പോകുന്നത്. ആൻഡ് ഈ അമ്പലം ക്ലോസ് ടു ഹാർട്ടാണ്. ഭയങ്കര നല്ല വെരി നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഉള്ള ഒരു അമ്പലമാണ്. പണ്ട് വളരെ കുഞ്ഞായിരുന്നപ്പോൾ ഒരു അത്യാവശ്യം വലിയ പ്രായം എത്തി നാടൊക്കെ വിടുന്നത് വരെയും എല്ലാ വർഷവും അമ്പലത്തിൻ്റെ പൂരക്കാലത്ത് അവിടെ സ്റ്റേജിൽ നടക്കുന്ന പ്രോഗ്രാംസ് കാണാനും കളിക്കാനും ക്ലാസിക്കൽ ഡാൻസൊക്കെ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ ഞാൻ മുൻപന്തിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദിസ് ടെമ്പിൾ ഈസ് റിയലി ക്ലോസ് ടു മൈ ഹാർട്ട്. പിന്നെ പൊതുവേ ഞാൻ ഈ ഒരു ലുക്ക് അത്ര പ്രിഫർ ചെയ്യുന്നില്ല, ബിക്കോസ് എനിക്ക് ഇതത്ര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വേഷമല്ല ഈ വേഷ്ടി മുണ്ടും. എനിക്കെപ്പോഴും എന്തെങ്കിലും ഒരു കുർത്തി, ഒരു പാൻസ്, അതൊക്കെയാണ് ഇഷ്ടം. ബട്ട് ഇങ്ങനെ ഇപ്പോൾ ഡ്രസ്സ് ചെയ്യാനൊരു അവസരം കിട്ടാത്തതുകൊണ്ടുണ്ടല്ലോ, വല്ലപ്പോഴും ഇങ്ങനത്തെ ഡ്രസ്സിങ് സ്റ്റൈൽ, അതായത് പ്രത്യേകിച്ച് ഇങ്ങനെ എത്നിക് കേരള കോസ്റ്റ്യൂമിലൊക്കെ ഡ്രസ്സ് ചെയ്യാൻ വല്ലാണ്ട് എനിക്ക് ഭയങ്കര ഒരു ത്വര. സോ ഐ തോട്ട് ഇന്ന് ഞാനിങ്ങനെ ഒരു നല്ലൊരു കേരള ട്രഡീഷണൽ ലുക്ക് സെറ്റ് ചെയ്യാമെന്ന്. ഞാനങ്ങനെ ഒരു കുറേ സ്റ്റെപ്പുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഉപയോഗിക്കുന്നില്ല. ഇതാണ് എൻ്റെ സൺസ്ക്രീൻ, ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ. ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് സൺസ്ക്രീൻ ഇങ്ങോട്ട് വാരി പൊത്താൻ ഭയങ്കര ഒരിത്, കുറേ സൺ എക്സ്പോഷർ ഉള്ള പോലെ. ആൻഡ് അവിടെ ഞാൻ ഇത്രയും സൺസ്ക്രീൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതൊന്ന് തീർന്നിട്ട് വേണം പുതിയത് വാങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ കുറേ വാരി തേക്കുന്നുണ്ട്. പിന്നെ കുറേ മേക്കപ്പ് ഒന്നും എനിക്ക് അങ്ങനെ വലിയ ധാരണയൊന്നുമില്ല. ആകെ അറിയുന്നത് ഒരു ഐലൈനർ എഴുതാനാണ്. അതും ഇങ്ങനെ നൈസായിട്ടൊരു ടെയിലിടും. അതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യം. നല്ല ഭംഗിയുണ്ട്. ഫൈനലി അങ്ങനെ ഇതാണ് അമ്പലം. എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മെമ്മറീസും ഒരു ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു ടൈമാണ്. ഞാൻ എപ്പോൾ ഇവിടെ വരുമ്പോഴും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാനങ്ങനെ ഒരു ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല, പക്ഷേ ഈ അമ്പലം, അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ വാസ് ഫീലിംഗ് വെരി ഷൈ. ഞാനിങ്ങനെ ക്യാമറയും ഓണാക്കിയിട്ട് ഇങ്ങനെ എൻ്റെ നാട്ടിൽ കൂടെ നടക്കുമ്പോൾ ഇവൾക്ക് നല്ല പ്രാന്താണോ എന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ലേ എന്നൊക്കെ എനിക്ക് തോന്നുക. പക്ഷെ ആരും റോട്ടിലില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ വീടിന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഞാൻ ഈ നടന്നു പോകുന്ന വഴിയൊക്കെ ഞാൻ പണ്ട് ഡാൻസ് പഠിക്കാനും ഒക്കെ പോകുന്നതായിരുന്നു. ആൻഡ് ദെൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ അച്ഛനെ കൊണ്ടൊക്കെ കുറച്ച് ഫോട്ടോസ് എടുപ്പിച്ചു. ദാറ്റ്സ് ഇറ്റ്.